ലോകത്തെ ഞെട്ടിച്ച നീക്കത്തിലൂടെ അമേരിക്ക ആക്രമിച്ചത് ഏതായാലും 3 ആണവ കേന്ദ്രങ്ങളാണ്. എന്തുകൊണ്ട് ആക്രമിച്ചു? അമേരിക്കയുടെ ഇറാൻ ആക്രമണം ഒരിക്കലും അപ്രതീക്ഷിതമായിരുന്നില്ല. കാരണം ഇറാനും അമേരിക്കയുമായുള്ള ചർച്ചകൾ അവസാനിച്ചപ്പോൾ, അല്ലെങ്കിൽ അത് പരാജയപ്പെട്ടപ്പോൾ പ്രസിഡന്റ് ട്രംപ് പറഞ്ഞിരുന്നു ഞങ്ങൾക്ക് മിലിറ്ററി ഓപ്പറേഷനാണ് ആവശ്യം എന്ന്. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യണമെങ്കിൽ ഇറാൻ വീണ്ടും ചർച്ചകൾ തുടരേണ്ടതായിരുന്നു. അപ്പോൾ അത് തുടരാത്തത് കൊണ്ട് ഇസ്രയേൽ വഴി ഇറാനെ അമേരിക്ക തന്നെയാണ് ആക്രമിച്ചത്. അമേരിക്ക അതിന് പങ്കുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതായിരുന്നു. അത് ഒരു ടെസ്റ്റിംഗ് ആയിരുന്നു, എത്രമാത്രം ഇറാൻ ചർച്ചകളിലേക്ക് തിരിച്ചു വരും എന്നും അല്ലെങ്കിൽ അവർ സറണ്ടർ ചെയ്തിട്ട് ഒരു സമാധാനത്തിന് വേണ്ടി ശ്രമിക്കുമെന്നൊക്കെയാണ് ആഗ്രഹിച്ചിരുന്നത്. പക്ഷേ അത് നടന്നില്ല. ഇസ്രായേലിന് കൂടുതൽ നാശനഷ്ടങ്ങളുണ്ടായി. അപ്പോൾ അത് മാറിയിട്ട് ഇറാൻ്റെ ന്യൂക്ലിയർ ഇൻസ്റ്റലേഷൻസിനെ തകർക്കുക എന്ന അമേരിക്കയുടെ പണ്ടുണ്ടായിരുന്ന ഒരു പരിപാടി അവർ നേടിയെടുത്തതാണ്. ഈ 3 ന്യൂക്ലിയർ റിയാക്ടേഴ്സിലാണ് അവരുടെ ഇറാൻ്റെ പ്രധാനമായിട്ടുള്ള ന്യൂക്ലിയർ അസറ്റ്സ് എല്ലാം ഉള്ളത്. അത് തകർത്തുവെന്നാണ് അമേരിക്ക അവകാശപ്പെടുന്നത്. അതിൽ എത്രമാത്രം തകർത്തിട്ടുണ്ട് എന്നുള്ളത് ഇനിയും അറിയേണ്ടതായിട്ടുണ്ട്. പക്ഷേ ഇറാൻ്റെ പ്രതികരണം വീണ്ടും ഇസ്രായേലിനെ ആക്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ മറ്റു രാജ്യങ്ങളൊന്നും ഇടപെടാതിരിക്കുന്നിടത്തോളം കാലം ഇതൊരു വലിയ യുദ്ധമായി മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർ ഇറാനെ പരാജയപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. ഇറാന്റെ കാര്യമാണെങ്കിൽ അവർ വീണ്ടും യുദ്ധം തുടരാനും ഇസ്രായേൽ വഴി ആദ്യം പിന്നെ അമേരിക്കയ്ക്കെതിരായിട്ടും യുദ്ധം തുടരാൻ അവർ തയ്യാറാണ്. അപ്പോൾ വളരെ ഒരു അപകടകരമായ ഒരു കാലത്ത് കൂടെയാണ് ലോകം സഞ്ചരിക്കുന്നത്. പക്ഷേ ഇതിന് പരിഹാരം മറ്റൊരു കരാർ മാത്രമേ ഉള്ളൂ, അല്ലാതെ യുദ്ധത്തിൽ കൂടി ഇത് അവസാനിപ്പിക്കാൻ സാധ്യമല്ല. അപ്പോൾ രണ്ടു കൂട്ടരും കുറേയൊക്കെ യുദ്ധം ചെയ്താൽ പോലും വീണ്ടും ഒരു പുതിയ കരാർ ഉണ്ടാക്കാൻ വേണ്ടി അവർ ഒത്തുചേർന്നെങ്കിൽ മാത്രമേ ഇതിനൊരു പ്രശ്ന പരിഹാരമാവുകയുള്ളൂ. അപ്പോൾ അതാണ് നമുക്ക് കാണേണ്ടത്. ഇതെങ്ങനെ ഇറാൻ ഏറ്റെടുക്കുന്നു, ഇറാൻ എത്രമാത്രം ഇതിനെ അവരുടെ യുദ്ധം ശക്തിപ്പെടുത്താൻ ശ്രമിക്കും, അവർക്ക് അതിനുള്ള ശക്തിയുണ്ടോ, ഇതൊക്കെയാണ് ഇപ്പോൾ ലോകം ഉറ്റുനോക്കുന്നത്. സർ, ഇതുവരെ പശ്ചിമേഷ്യയിൽ നടക്കുന്ന സംഭവ വികാസങ്ങൾ സസൂക്ഷ്മം വീക്ഷിക്കുമ്പോൾ ഇസ്രായേൽ ഇറാൻ യുദ്ധം നീണ്ടു നിൽക്കുവാനാണ് സാധ്യത. പൂർണ്ണ യുദ്ധത്തിലേക്കാണ് കാര്യങ്ങളുടെ ഒരു പോക്ക്. ഇല്ല, പൂർണ്ണ യുദ്ധത്തിലേക്ക് പോകാനുള്ള സാധ്യതയില്ല എന്ന് പറയുന്നത് മറ്റു രാജ്യങ്ങളൊന്നും ഇടപെടാൻ സാധ്യതയില്ല. കാരണം എല്ലാ രാജ്യങ്ങളും ആഗ്രഹിക്കുന്നത് ഇറാൻ ഒരു ന്യൂക്ലിയർ വെപ്പൺ സ്റ്റേറ്റ് ആയിക്കൂടാ എന്നാണ്. അതും വിശേഷിച്ചും ന്യൂക്ലിയർ നോൺ പ്രൊളിഫറേഷൻ ട്രീറ്റി ഒപ്പിട്ട രാജ്യമാണ് ഇറാൻ. അപ്പോൾ അത് ഒപ്പിട്ട് കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് സ്വതന്ത്രമാകാൻ സാധ്യമല്ല. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ചെയ്യാൻ കഴിയുന്നത് അറ്റോമിക് എനർജി ഏജൻസിയുടെ സഹായത്തോടെ, അതുപോലെ മറ്റ് അമേരിക്കയെ പോലുള്ള രാജ്യങ്ങളുടെ സഹകരണത്തോടെ ഇത് നിയന്ത്രിക്കുക എന്നുള്ളത് മാത്രമേ സാധ്യമാവുകയുള്ളൂ. ഒരു ന്യൂക്ലിയർ ജീനി പുറപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് ബോട്ടിലേക്ക് കയറ്റാൻ വലിയ പ്രയാസമാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു കരാറിൽ കൂടെ മാത്രമേ ഇത് പരിഹരിക്കാൻ കഴിയുകയുള്ളൂ. അല്ലാതെ യുദ്ധം തുടരുകയോ ഇതിനെ കൂടുതൽ ശക്തിപ്പെടുത്തുകയോ ചെയ്താൽ ലോകത്തിന് മുഴുവനും വലിയ നഷ്ടങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രശ്നം. അപ്പോൾ അതുകൊണ്ട് ഇറാൻ്റെ റിയാക്ഷൻ എന്തായിരിക്കും, അത് മനസ്സിലാക്കിക്കൊണ്ട് അല്ലെങ്കിൽ ഒരു കരാറിലെത്തിക്കൊണ്ട് അമേരിക്ക മറ്റ് യുദ്ധങ്ങളിലേക്ക് നടക്കുകയില്ല എന്നുള്ളതാണ് നമ്മുടെ എല്ലാം പ്രതീക്ഷ. പക്ഷേ അതെങ്ങനെ സംഭവിക്കും എന്നുള്ളത് ഇപ്പോൾ പറയാൻ സാധ്യമല്ല. മിഡിൽ ഈസ്റ്റിലെ അറബ് രാജ്യങ്ങളിൽ എന്തായിരിക്കും നിലപാട് സ്വീകരിക്കുക? അറബ് രാജ്യങ്ങൾക്കും ഇറാൻ ഒരു ന്യൂക്ലിയർ വെപ്പൺ സ്റ്റേറ്റ് ആക്കണമെന്ന് ആഗ്രഹമില്ല. കാരണം അവർക്ക് ശക്തിയുണ്ട്. പക്ഷേ ഒരു ഷിയ സുന്നി മത്സരമുണ്ടല്ലോ മിഡിൽ ഈസ്റ്റിൽ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ എല്ലാവരും ചേർന്ന് ഇറാനെ സഹായിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകാൻ പോകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അറബ് രാജ്യങ്ങൾ ഇതിൽ നിന്ന് വിട്ടു നിൽക്കുകയുള്ളൂ. അവർ അമേരിക്കയുടെ ആർഗ്യുമെന്റ് മനസ്സിലാക്കിക്കൊണ്ട് ഇറാന്റെ ആണവ ശക്തി ലിമിറ്റ് ചെയ്യണം എന്നുള്ള ആഗ്രഹമാണ് എല്ലാവർക്കും ഉള്ളത്. ഇസ്രായേൽ ആക്രമണത്തിന് മുഴുവോ അമേരിക്ക ആക്രമണം നടത്തിയ സ്ഥിതി അത് ഇതിപ്പം അവർ തിരിച്ചടിച്ചു തുടങ്ങിയിട്ടുണ്ടല്ലോ ഇസ്രായേലിനെ. പക്ഷെ അവർ രണ്ടുപേരും കാത്തിരിക്കുന്നത് ഏത് സ്റ്റേജിലായിരിക്കും അവർ വീണ്ടും ചർച്ചകൾ തുടരാൻ സാധ്യത എന്നുള്ളതാണ്. യുദ്ധം കൊണ്ട് ഇത് അവസാനിപ്പിക്കാൻ സാധ്യമല്ല, ഒരു രാജ്യത്തെയും മുഴുവനായി പരാജയപ്പെടുത്താനും സാധ്യമല്ല. അപ്പോൾ ഈ യുദ്ധം തുടരാതിരിക്കണമെങ്കിൽ ചർച്ചകൾക്ക് രണ്ടു കൂട്ടരും തയ്യാറായെങ്കിലേ സാധ്യമാവുകയുള്ളൂ. ഇല്ലെങ്കിൽ അതൊരു വലിയ യുദ്ധമായി, ഒരു ലോകമഹായുദ്ധമായില്ലെങ്കിൽ തന്നെയും വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഒരു യുദ്ധമായി മാറി എന്ന് വരാം.
അത് ഇറാനും അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഇന്ത്യക്കും ലോകത്തിന് മുഴുവനും അത് വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. അത് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് ഇവർ വീണ്ടും ഒരു സഹകരണത്തിലൂടെ അതുപോലെ ചർച്ചകളിലൂടെ ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയും എന്നാണ്. ഖമേനിയെ വധിക്കുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും പല പ്രാവശ്യം ആവർത്തിക്കുന്നുണ്ട്. അത് തന്നെയാണ് അവരുടെ പരമമായ ലക്ഷ്യം. അല്ല, അതിലൊരു ബിറ്റർനെസ് അതിനകത്ത് ഉണ്ടെന്നുള്ളത് തീർച്ചയാണ്. ഇപ്പോഴത്തെ ഇറാൻ അധികാരിയാണ് ഇത്ര വളരെ ശക്തമായി നിൽക്കുന്നതെന്ന് അറിയാവുന്നതുകൊണ്ട്. പക്ഷേ നെതന്യാഹു പറയുകയുണ്ടായല്ലോ, ഞങ്ങൾ റെഷീം ചേഞ്ച് അല്ല ഞങ്ങൾ ആഗ്രഹിക്കുന്നത്, പക്ഷെ ഇതൊന്ന് അവസാനിച്ചേക്കും. അതേസമയം തന്നെ ഖമേനി അദ്ദേഹത്തിന്റെ സക്സസേഴ്സിനെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അദ്ദേഹം വധിക്കപ്പെടുകയാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അദ്ദേഹം തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ അങ്ങനെയുള്ള യുദ്ധത്തിൽ കൂടെ ഇത് പരിഹരിക്കാൻ കഴിയുകയില്ല. അപ്പം ഇറാന് അവരുടെ അത്യാവശ്യമുള്ള ഒരു ഡിറ്ററൻസ്, മറ്റുള്ളവർ അവരെ ആക്രമിക്കാതിരിക്കാൻ തക്ക ഒരു ശക്തി നിലനിർത്തുകയും അതുപോലെ അവരെ ആണവബോംബ് ഉണ്ടാക്കുകയില്ല എന്ന് ലോകത്തിനോട് പറയുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷമാണ് നമുക്ക് ഐഡിയലായിട്ട് കാണാൻ പോകുന്നത്. ഇല്ലെങ്കിൽ കുറെ നാൾ യുദ്ധം തുടരുകയും അതുകൊണ്ട് ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടാവുകയും മിഡിൽ ഈസ്റ്റിലുള്ള പാലസ്റ്റൈൻ ഇഷ്യൂ അതുപോലെയുള്ള ഗാസയിലെ ഇഷ്യൂ ഇതൊക്കെ കൂടുതൽ പരിഭ്രമജനകമാവുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് കഴിയുന്നത് വേഗം അമേരിക്കയും ഇറാനും, അമേരിക്കന് തയ്യാറാണ്, ഇറാനും കൂടി വീണ്ടും ഒരു ചർച്ചയിലൂടെ ഒരു പുതിയ കരാർ ഉണ്ടാക്കുകയാണ് ചെയ്യാവുന്ന കാര്യം. റഷ്യ, ചൈന എന്നീ രാജ്യങ്ങളുടെ നിലപാടിൽ എന്തായിരിക്കും? പ്രത്യേകിച്ച് റഷ്യ അമേരിക്കയ്ക്ക് നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഈ ഒരു സാഹചര്യത്തിൽ. അതെ, പക്ഷേ JCPOA എന്ന് പറയുന്ന 2015 കരാറിന് ചൈനയും റഷ്യയും പങ്കാളികളാണ്. അപ്പോൾ ആ കരാർ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതായിരുന്നു അവരുടെ ആഗ്രഹം. യുദ്ധത്തിലാവണമെന്ന് അവർക്കും ആഗ്രഹമില്ല. അപ്പോൾ ഈ സ്ഥിതിവിശേഷം അവർ കാത്തു നിൽക്കുന്നത് ഒരു ചർച്ചയിലേക്ക് പോകും എന്നുള്ള പ്രതീക്ഷയോടുകൂടി തന്നെയാണ്. പക്ഷെ യുദ്ധത്തിൽ ഇടപെടാൻ സാധ്യമല്ലാത്തത് ഇപ്പോൾ റഷ്യ ആരെ സഹായിച്ചു? അമേരിക്കയോട് ചേർന്ന് നിന്നുകൊണ്ട് ഇറാനെ എതിർക്കാൻ പറ്റില്ലല്ലോ. അതുപോലെ തന്നെ ഇറാനോട് ചേർന്ന് നിന്നുകൊണ്ട് അമേരിക്കയെ എതിർക്കാനും പറ്റില്ല. ആ സാധ്യതകൾ വളരെ കുറവാണ്. അപ്പം എത്രമാത്രം ക്രൂരമായി പെരുമാറുന്ന രാഷ്ട്ര നേതാക്കളുണ്ടെങ്കിൽ പോലും അതിനൊക്കെ ഒരു ലിമിറ്റേഷൻ ഉണ്ട്, എന്തൊക്കെ അവർക്ക് ചെയ്യാമെന്ന് കഴിയുന്നത്. ആ ലിമിറ്റേഷൻ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് നീങ്ങുക മാത്രമാണ് ലോക സമാധാനം പുലർത്താൻ സഹായിക്കുക. ഇസ്രായേലിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം ഇറാനിലെ ഇപ്പോഴത്തെ ഇസ്ലാമിക ഭരണകൂടത്തെ അട്ടിമറിച്ച് പുതിയ ഭരണത്തെ കൊണ്ടുവരലായിരിക്കും. അത് അവർ പറയുന്നില്ല അവരുടെ അതാണ് ഉദ്ദേശമെന്ന്. കാരണം ഒരു പുതിയ ഭരണകർത്താവ് വന്നതുകൊണ്ട് ഈ സിറ്റുവേഷൻ മാറണമെന്നില്ലല്ലോ. ഇറാനിന്റെ നയം പണ്ടുള്ള ഇതിലാണ്. ഷാ പോയതിനു ശേഷം ഇറാൻ എല്ലാ കാലത്തും വെസ്റ്റേൺ രാജ്യങ്ങളെ എതിർക്കുന്നു. അതുപോലെ പാലസ്റ്റൈൻ്റെ കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നു. അതൊക്കെയാണ് പ്രശ്നങ്ങൾ. പക്ഷേ അത് പരിഹരിക്കണമെങ്കിൽ ആദ്യം സമാധാനം ഉണ്ടാകണമെങ്കിൽ ഇറാൻ അവരുടെ ന്യൂക്ലിയർ പ്രവർത്തനങ്ങളിൽ നിന്ന് പിൻവാങ്ങണം. ഇത് രണ്ടും യുദ്ധം കൊണ്ട് നേടിയെടുക്കാൻ കഴിയുമോ അതോ ചർച്ചയിലൂടെ നേടിയെടുക്കാൻ കഴിയുമോ എന്നുള്ള ഒരു പരീക്ഷണമാണ് ഇപ്പോൾ നടക്കുന്നത്. ഇന്നലെ രാത്രി അമേരിക്ക ഇറാന്റെ പ്രധാനപ്പെട്ട ആണവ കേന്ദ്രങ്ങളിൽ ബങ്കർ ബസ്റ്ററുകൾ നിക്ഷേപിച്ചു. ഈ ഒരു സാഹചര്യത്തിൽ ഇറാൻ തിരിച്ചടിക്കുമോ? അല്ല, അത് നമുക്ക് അറിയേണ്ടതുണ്ട്. കാരണം അവിടെ എന്തുമാത്രം നഷ്ടം വന്നു എന്നുള്ളത് നമുക്കറിയില്ലല്ലോ. ഇറാൻ പറഞ്ഞിരിക്കുന്ന വലിയ നഷ്ടമൊന്നും വന്നിട്ടില്ല എന്നാണ്. അങ്ങനെ അവർ പറയുകയാണെങ്കിൽ തിരിച്ചടിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഒരുപക്ഷെ അതിനായിരിക്കും അവർ തയ്യാറാകുന്നത്. ഞങ്ങൾ ഈ ബങ്കർ ബസ്റ്ററൊക്കെ വെച്ചെങ്കിലും അത് പൊട്ടിച്ചോ, അവിടെ എന്ത് സംഭവിച്ചു, അതുപോലെ ആണവ വികിരണം ഉണ്ടായോ, ന്യൂക്ലിയർ റിയാക്ഷൻ ഉണ്ടാകാമല്ലോ, ഇതൊക്കെ സംഭവിച്ചതൊന്നും ആർക്കും അറിയില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് അതൊക്കെ തെളിഞ്ഞു വന്നിട്ട് ഒരു പുതിയ സിസ്റ്റം, ഒരു ഇന്റർനാഷണൽ സിസ്റ്റം ഈ ന്യൂക്ലിയർ കേപ്പബിലിറ്റിയെ പറ്റി ഉണ്ടാകുന്നത് വരെ സമാധാനം ഉണ്ടാവുകയില്ല. അതിനുവേണ്ടി യുദ്ധം ചെയ്തിട്ട് രണ്ടു കൂട്ടർക്കും വലിയ പ്രയോജനമൊന്നുമില്ലതാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഹോർമുസ് കടലിടുക്ക് അടയ്ക്കാൻ ആയിട്ടുള്ള ഖമേനി ആഹ്വാനം ചെയ്തതായിട്ട് CNN അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. എങ്ങനെയായിരിക്കും ഇതിനുശേഷം ലോകം ഈ ഒരു പ്രശ്നത്തെ അഭിമുഖീകരിക്കുന്നത്? അതെ, ഹോർമൂസ് അടയ്ക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകുകയാണെങ്കിൽ ലോകത്തെ ട്രേഡിങ് മുഴുവനായിട്ട് മാറും. എന്തൊക്കെ ആയിരിക്കും അതിൻ്റെ അനന്തരഫലങ്ങളിൽ നിന്ന് നമുക്ക് പ്രവചിക്കാൻ പോലും സാധ്യമല്ല. ഹോർമൂസിൽ കൂടെയാണ് ഇന്ത്യയുടെ ഇമ്പോർട്ടും നടക്കുന്നത്. അപ്പോൾ എല്ലാ രാജ്യങ്ങളെയും ബാധിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കും അത്.
അപ്പോൾ അതിലേക്ക് നീങ്ങുകയില്ല എന്നാണ് നമ്മളെല്ലാം പ്രതീക്ഷിക്കുന്നത്. അതിനു മുമ്പ് ചർച്ചകൾ നടക്കുകയോ അല്ലെങ്കിൽ കാലത്തിന് വിടുകയോ ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഹോർമൂസ് അടയ്ക്കുന്നത് പോലെയുള്ള നടപടികളിലേക്ക് ഇറാൻ നീങ്ങുകയാണെങ്കിൽ അത് കൂടുതൽ പ്രഷർ, യുദ്ധം കൊണ്ട് തന്നെ അവരെ പരാജയപ്പെടുത്തണമെന്ന് മറ്റു രാജ്യങ്ങൾ ആഗ്രഹിക്കാൻ തുടങ്ങും എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. സർ, വെടിനിർത്തൽ ചർച്ചകളുടെ ജയപരാജയങ്ങൾ എങ്ങനെയായിരുന്നു? ഇപ്പൊ വെടിനിർത്തൽ ആരും പറയുന്നില്ലല്ലോ. ഇപ്പൊ കണ്ടിന്യൂസ് ഫയറിങ് നടക്കുന്നില്ലല്ലോ. ഒരു ആക്ഷൻ ഉണ്ട്, അതിന്റെ റിയാക്ഷൻ എന്താണ് എന്ന് നമ്മളെല്ലാം കാത്തിരിക്കുകയാണ്. അപ്പോൾ ഒരു വെടിനിർത്തൽ എന്ന് പറയുന്ന ഒരു പ്രത്യേകത ഈ സമയത്തില്ല. ഇപ്പൊ ഗാസയിൽ അങ്ങനെ ഉണ്ടായിരുന്നു, റഷ്യയിൽ അങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷെ ഇത് കൗണ്ടർ അറ്റാക്ക് ആൻഡ് കൗണ്ടർ അറ്റാക്ക്. പിന്നെ അടുത്ത ആൾ എങ്ങനെ അറ്റാക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ് എല്ലാവരും കാത്തിരിക്കുന്നതും അതിന്റെ അനന്തരഫലങ്ങൾ എന്താണെന്ന് ചിന്തിക്കുന്നതും. നിലവിലെ സാഹചര്യത്തിൽ ഈ യുദ്ധം തുടരുകയാണെങ്കിൽ ഇന്ത്യക്ക് എന്തൊക്കെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും? ഇന്ത്യക്ക് മാത്രമല്ല, ലോകത്തിന് മുഴുവൻ വലിയ പ്രത്യാഘാതങ്ങളാണ്. നമുക്ക് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഇന്ത്യക്കാർ ആ ഭാഗത്ത് മിഡിൽ ഈസ്റ്റുമായിട്ട് നമ്മൾക്ക് വളരെ അടുത്ത സഹകരണം അരബ് രാജ്യങ്ങളുമായിട്ട്, ആദ്യം ഇപ്പോൾ ഇസ്രയേലുമായിട്ടും വളരെ നല്ല സഹകരണമുള്ള സമയമാണ്. അപ്പോൾ ഇറാന് നഷ്ടമുണ്ടായാലും ഇസ്രയേലിന് നഷ്ടമുണ്ടായാലും നമുക്ക് പല നഷ്ടങ്ങളും ഉണ്ടാകും. ലക്ഷക്കണക്കിന് ഇന്ത്യക്കാർ പ്രവർത്തിക്കുന്ന സ്ഥലമാണ് മിഡിൽ ഈസ്റ്റ്. ഇപ്പൊ തന്നെ ഇറാനിൽ നിന്നും ഇസ്രായേലിൽ നിന്നും ആളുകൾ തിരിച്ചു കൊണ്ടുവരാൻ നമ്മൾ വളരെയധികം പാടുപെടുകയാണ്. എത്ര പേര് അവിടെ ഉണ്ടെന്നുള്ളത് നമുക്കറിയില്ല. കുറെ പേർക്ക് ഇങ്ങോട്ട് വരണമെന്നില്ല, കാരണം അവർ അതിലൊരു ആശ്വാസവും കാണുന്നില്ല. അപ്പോൾ അതൊക്കെ നമുക്ക് വലിയ പ്രശ്നങ്ങളാണ്. അതുപോലെ ഇത്രയും ഇന്ത്യക്കാരുള്ള സ്ഥലത്ത് എന്തെങ്കിലും അപകടം ഉണ്ടായാൽ അത് ആർക്കാണ് ഉത്തരവാദിത്വം? അതുകൊണ്ട് നമ്മുടെ ഗവൺമെന്റ് ഇക്കാര്യത്തിൽ വളരെ ശ്രദ്ധിച്ചാണ് മുന്നോട്ട് പോകുന്നത്. രണ്ടു കൂട്ടരോടും പറഞ്ഞതുപോലെ സമയത്ത് കുവൈറ്റിനെ ആക്രമിച്ച സമയത്തും ഇന്ത്യ അത് തന്നെയാണ് ചെയ്തത്. റഷ്യയും ചേഞ്ചിനെ പറ്റിയല്ല, ഇതുകൊണ്ടുണ്ടാകാവുന്ന പ്രശ്നങ്ങൾ ഇന്ത്യക്കാർക്ക് എന്തുണ്ടാക്കും, ഇന്ത്യക്ക് എന്തുണ്ടാകും എന്നുള്ള തരത്തിലാണ് നമ്മൾ ഇറാഖിനെ ആക്രമിച്ചതിന് നമ്മൾ കണ്ടത്. നമ്മൾ ഇറാഖിനെ ആക്രമിക്കുന്നതിൽ വ്യക്തമായി സഹായിച്ചില്ലെങ്കിൽ പോലും നമ്മൾ അമേരിക്കയുടെ കൂടെ തന്നെ ആയിരുന്നു. റീഫ്യൂവലിംഗ് ഒക്കെ നമ്മൾ സമ്മതിച്ചിരുന്നു. ഇറാഖുമായിട്ട് നമുക്ക് നല്ല ബന്ധമുണ്ടായിരുന്നെങ്കിൽ പോലും. അപ്പോൾ അതുപോലൊരു ഞാണിന്മേൽ കളി നമുക്ക് ഈ കാര്യത്തിൽ ചെയ്യേണ്ടി വരും. കാരണം നമ്മുടെ താല്പര്യങ്ങൾ രണ്ട് രാജ്യങ്ങളുമായിട്ടുണ്ട്. അമേരിക്കയായിട്ട് തീർച്ചയായും ഉണ്ട്, അതുകൂടാതെ ഇസ്രായേലുമായിട്ടും ഇറാനുമായിട്ടും. അപ്പോൾ അതുകൊണ്ട് ഒരു യുദ്ധം നമ്മൾ ആരും ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ഒരു യുദ്ധം ഇതിലേക്ക് എത്തുകയില്ല, സമവായത്തിലേക്ക് എത്താൻ സാധ്യമല്ലാത്തത് കൊണ്ട് ഒരു കരാർ തുടങ്ങുന്ന ചർച്ചകൾ തുടങ്ങുകയായിരിക്കും എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം ഒരു ആശ്വാസം. യുഎന്നിനോട് അടുത്ത് പ്രവർത്തിക്കുന്നതാണ് സാർ. ഈ വിഷയത്തിൽ എന്തായിരിക്കും ഐക്യരാഷ്ട്ര സംഘടനയ്ക്ക് ഇടപെടാനുള്ള പരിമിതി? ഐക്യരാഷ്ട്ര സംഘടനയ്ക്ക് ഇടപെടാനുള്ള യാതൊരു സാധ്യതയുമില്ല. കാരണം നമ്മുടെ ഐക്യരാഷ്ട്ര സംഘടനയെ പറ്റി ഇപ്പോൾ കേൾക്കാറ് പോലുമില്ലല്ലോ. കാരണം ആരും സെക്യൂരിറ്റി കൗൺസിൽ യോഗങ്ങളൊക്കെ നടക്കുന്നുവെങ്കിൽ പോലും ഐക്യരാഷ്ട്ര സംഘടനയിൽ ഇടപെടാനുള്ള ഒരു സാധ്യതയും ഇപ്പോഴില്ല. സമാധാനം വേണം എന്ന് സെക്രട്ടറി ജനറൽ പറയുന്നു എന്നുള്ളതല്ലാതെ ഏതെങ്കിലും ഒരു ഫോർമുല മുന്നോട്ട് വയ്ക്കാനുള്ള ശക്തി ഐക്യരാഷ്ട്ര സംഘടനയ്ക്കില്ല. കാരണം ഈ പെർമനന്റ് 5 അവരെല്ലാം സമ്മതിച്ചാലല്ലേ സെക്യൂരിറ്റി കൗൺസിൽ എന്തെങ്കിലും ചെയ്യാൻ സാധ്യമാവുകയുള്ളൂ. അപ്പോൾ അവർക്കെല്ലാം ആഗ്രഹം ഇറാൻ ഒരു ന്യൂക്ലിയർ വെപ്പൺ സ്റ്റേറ്റ് ആകരുത് എന്നുള്ളതാണ്. അപ്പോൾ അക്കാര്യത്തിൽ യുണൈറ്റഡ് നേഷൻസ് ഒന്നും ചെയ്യാൻ സാധ്യമല്ല. അതുപോലെ മറ്റു പല യുദ്ധങ്ങളും നടക്കുന്നു. COVID-19 മുതൽ ഇങ്ങോട്ടുള്ള പല പല പ്രശ്നങ്ങളും നേരിടാൻ ഐക്യരാഷ്ട്ര സംഘടനയ്ക്ക് കഴിയാത്തത് വീറ്റോ പവറിന് സ്ഥാനം കൊണ്ടാണ്. അപ്പോൾ ഈ 5 രാജ്യങ്ങളും ഒന്നിച്ചു ചേർന്നാൽ മാത്രമേ ഐക്യരാഷ്ട്ര സംഘടനയ്ക്ക് പ്രവർത്തിക്കാൻ കഴിയുകയുള്ളൂ. അതിനുള്ള സാഹചര്യം ഇപ്പോഴില്ല. അതുകൊണ്ടാണ് 2001 തുടങ്ങിയ യുദ്ധങ്ങളെല്ലാം തന്നെ ടെററിസ്റ്റ് അറ്റാക്ക് 9/11 ആയാലും, അതുപോലെ സാമ്പത്തിക പ്രതിസന്ധി ആയാലും, COVID-19 ആയാലും, അതുപോലെ യുക്രൈൻ റഷ്യ യുദ്ധമായാലും, ഇതെല്ലാം തുടരുകയാണല്ലോ. അപ്പോൾ അത് ഐക്യരാഷ്ട്ര സംഘടനയ്ക്ക് ഒട്ടും ഇഫക്റ്റ് ഇല്ല. അവർക്ക് താല്പര്യമുണ്ടായിരിക്കാം, അതിന് മാർഗമില്ല എന്നുള്ളത് കൊണ്ടാണ് ഐക്യരാഷ്ട്ര സംഘടനയ്ക്ക് ഇപ്പോൾ ഒരു ശക്തിയും ഒരു റെലവൻസും ഇല്ലാതായിരിക്കുന്നത്.